ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്നലെ ഞാൻ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പോൾ ഭയങ്കര ലേറ്റായി. നമ്മൾ വ്ളോഗ്, റീല്, പിന്നെ ഇന്നത്തെ പ്ലാൻസ്, നാട്ടിലത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ടൈം ആക്ച്വലി കുറച്ച് കുറവാണ്. അതുകൊണ്ട് അടുത്തവണ ഞാൻ പറഞ്ഞ പോലെ ഭാഗ്യത്തിന് പ്രിൻസും പ്രിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ്, ഇപ്പോൾ ഏകദേശം എത്രയും ഇവിടെ ഇപ്പോൾ ഒരു 7:10 എന്ന് പറയുമ്പോൾ ഒരു 6:30 എഴുന്നേറ്റു. കാരണം ഇതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഇന്ന് ഇവരെ കൊണ്ടുകൊണ്ടൊരു ഇവർ പബ്ലിക് പാർക്സും അങ്ങനെ ഭയങ്കര സീനിക് ആണല്ലോ ചൈന, അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അത് കൊണ്ടുപോകണം. അതല്ലാതെ എന്നോട് ഇവിടുത്തെ ഒരു ഹോട്ടല് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അവർക്ക് നല്ല റേറ്റ് തരാം, പക്ഷെ കുറച്ച് വെളിയിലാണ്, പക്ഷെ ഭയങ്കര സീനിക്കാണ്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റേഴ്സ് വ്യത്യാസമുള്ളൂ സിറ്റി സെൻറ്ററിൽ നിന്ന്. സോ അവിടെ ഒന്ന് പോയി നോക്കണം എന്ന് വിചാരിച്ചു. അതിനാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്, സോ ദാറ്റ് വേഗം പോയിട്ട് വന്നിട്ട് എനിക്ക് ഇവരായിട്ടുള്ള ബാക്കിയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാമല്ലോ. സോ ഇന്ന് എനിക്ക് ഞങ്ങൾ ഹാൻഡ് ബാഗ്സും അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വെലോറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഒരു ഹാപ്പി സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഒരു ഹാപ്പി സ്റ്റോർ .comലും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു രാവിലെ. ആൻഡ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരെ പാർക്സിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും നേരെ ഓടി ആ ഹോട്ടലൊന്ന് പോയി നോക്കട്ടെ. ഈ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ ബ്യൂട്ടിഫുൾ പബ്ലിക് പാർക്സും യുക്സോ അങ്ങനെ ഏതൊക്കെയോ പാർക്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഏരിയയിലാണ്. സോ കംപ്ലീറ്റ് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. പക്ഷെ ഇവിടെ ഒരു കിഡിലും വലിയൊരു മോളും പാർക്കും എല്ലാം ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. ഇവിടെയും കാണാണ് എന്നെ മെയിൽ ചെയ്ത ഹോട്ടൽ, അതൊന്ന് തപ്പിപ്പിടിക്കണം. സോ വേഗം എത്തി. നമ്മുടെ ഒരു മെയിൻ സെൻറ്ററിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. മെട്രോ സ്റ്റേഷനും അടുത്തുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയില്ല, എന്തോ ഭയങ്കര ഒരു കോംപ്ലക്സ് പോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നേ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും. കാരണം വരുന്നവർക്ക് വൈകുന്നേരം നമ്മൾ ഇത്രയും ഹെക്ടിക്കായി മാർക്കറ്റ്സിലൊക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം ഇരിക്കാനും, അതുപോലെ തന്നെ മെട്രോ തൊട്ടടുത്തുണ്ട്. വൈകുന്നേരം കുറച്ചൊന്ന് ഇറങ്ങി നടക്കണമെങ്കിലും സേഫായിട്ടേ ഇത്രയും നല്ലൊരു സ്പേസ് ഇല്ല. ഇതൊന്നുമല്ലേ നമുക്ക് നാട്ടിൽ കിട്ടാത്തൊരു ഫെസിലിറ്റീസ്. ഇത് ഹെൽത്ത് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ നല്ല പാർക്സും കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. രാവിലെ എന്തായാലും നമ്മൾ ഭയങ്കര ബിസി ചെയ്യാൻ തിരക്കുള്ള സ്ഥലങ്ങളിലായിരിക്കില്ലേ. ഫുഡിൻ്റെ കുറേ ജോയിൻസ് ഉണ്ട്. അടിപൊളി. എന്ത് സെറ്റപ്പ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താ ഈ ഒരു കോംപ്ലക്സ് തന്നെ ഇത്. ഇവിടെ എന്തോരം റെസ്റ്റോറൻറ്റ്സാണ്. വൈകുന്നേരമൊക്കെ വെളിയിലിരുന്ന് നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാം. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്, കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ് ഏരിയ ആണ്. മുകളിലൊക്കെ ഷോപ്സ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ മോൾ അറ്റാച്ച്ഡ് ടു എ ഹോട്ടൽ. എവിടെയാണ്? കൊക്കോ പാർക്ക് എന്നാണ് എൻ്റെ പേര്. ഇതൊക്കെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം രാവിലെ വന്നിരിക്കുന്നത്. എല്ലാം തുറക്കും. തിയേറ്റർ വരെ ഉണ്ട്, ഐമാക്സ് തിയേറ്റർ വരെ ഉണ്ട്. ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങൾ. ഹോട്ടൽ കാണുന്നില്ലല്ലോ. ഒരു ബിൽഡിംഗ് നോക്കി ഒരു ഡിസ്ക് പോലെ ഇരിക്കുന്നു. അതെന്താ സംഭവം എന്നറിയില്ല. എന്തെങ്കിലും ഓഫീസോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നല്ല ഏരിയ കേട്ടോ, സേഫ് ആൻഡ് കാം. ഒരു അടിപൊളി ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ ഹോട്ടൽ ഞാൻ കണ്ടിറങ്ങി. അപ്പോൾ ഞാൻ എനിക്കൊരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചൊരു കൗണ്ടർ പ്രപ്പോസൽ അയക്കണം. കാരണം ഇത് ആക്ച്വലി ഭയങ്കര ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആണ്. പക്ഷെ അവർ പറഞ്ഞ് നമുക്ക് ഈ ലോങ് ടേം ആണെങ്കിലും ബൾക്ക് റൂംസ് ആണെങ്കിലും ഇവർക്ക് അങ്ങനെ ചെയ്തു തരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്. സോ അതൊന്ന് നോക്കണം. നല്ല റൂമിൽ പോയി ഒന്ന് റെഡി ആയിട്ട് ഇന്നത്തെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, സോ എൻ്റെ ദിവസം രാവിലെ തന്നെ തുടങ്ങി, തിരിച്ച് റൂമിലെത്തി. ഇനി ഇവരെല്ലാവരുമായിട്ട് ഇന്ന് ഒരു ലെതർ മാർക്കറ്റിലും പോകണം. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ഈവനിങ് പാർക്കിലേക്കും പോകണം. സോ ലെതർ മാർക്കറ്റിലേക്ക് ഒന്ന് ബെൽറ്റ്, ഷൂസ്, ബാഗ്സ് പലതും കാണും. പല വെറൈറ്റീസ് ഓഫ് ലെതർ പ്രോഡക്ട്സ് കാണും. അതെല്ലാം ഒന്ന് കാണണം. ഞാനും അധികം ആക്ച്വലി ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ വൈകുന്നേരം ഒരു അടിപൊളി ഈവനിങ്ങും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ ലെതർ ഗുഡ്സ് ഒക്കെ താല്പര്യമുള്ളവർക്കുണ്ടല്ലോ, ഇതാണ് ബെസ്റ്റ് ഏരിയ കേട്ടോ. സോ ഇത് ആക്ച്വലി ഒരു ലെതർ ഫാഷൻ ബോളാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടില്ല. സോ ഞാൻ കണ്ട് പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഇതിൽ നിന്ന് കാണിച്ചു തരാം. ഇതൊക്കെ വന്ന് കാണുകയാണ് ലെതർ ഗുഡ്സിൻ്റെ മാർക്കറ്റൊക്കെ. ഇത് ആക്ച്വലി നല്ല ക്വാളിറ്റി ബാഗ്സും ലെതർ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇത് മറ്റേ ഹോൾസെയിലല്ല. ഹോൾസെയിലിൻ്റെ സ്ഥലം എന്തായാലും എല്ലാവരും കാണിക്കുന്നുണ്ട്. ഇത് ഹോൾസെയിലിൻ്റെ സ്ഥലമല്ല, പക്ഷേ ഇതുപോലെ ബാഗ്സ് ഒക്കെ കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ വിചാരിക്കും മറ്റേ കോപ്പി ബാഗ്സ് ആണ്, അതല്ല കേട്ടോ. ആ ഒരു ക്വാളിറ്റി തന്നെ ചെയ്ത്, പക്ഷേ ഇതിൽ ബ്രാൻഡഡ് പേരൊന്നും കാണില്ല. ഇപ്പോൾ ലൂയി വിറ്റോൺ, ഗൂച്ചി അങ്ങനെ ഒന്നും കാണില്ല. ടോട്ടലി വേറെ പേരായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ഇവിടുത്തെ വരുന്നത്. പെട്ടികൾ, ലഗേജസ്, ഷൂസ്, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. ബാഗ്സ് കണ്ടിട്ടുണ്ട് സ്ക്രീൻ വെച്ച്. പക്ഷേ ഇത് കണ്ടോ, പെട്ടിയിൽ വരെ 3D സ്ക്രീൻ, LED സ്ക്രീൻ, അങ്ങനത്തെ പെട്ടി വരെ ഇവിടെ ഉണ്ട്. അത് ഭയങ്കര സംഭവം അല്ലേ ചൈന. ബാഗ്സ് ഇതുപോലെ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ട്.
എല്ലാവർക്കും ടേസ്റ്റ് ഇൻ ബർഗർ ഭയങ്കര വീക്ക്നെസ് ആയിട്ടാ, പക്ഷെ അത് സംഭവമാണ്. അപ്പം അങ്ങനെ അത് കഴിച്ചു. ഇനിയിപ്പം ഇപ്പം നമ്മൾ ആദ്യമേ കണ്ട മാർക്കറ്റ് ഉണ്ട്, അതിൽ ഇതുപോലെ ഈ റെപ്ലിക്കാസ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒറിജിനൽ ഹെർമെസും ലൂയി വിറ്റോൻ്റെ ഒക്കെ കോപ്പിയല്ല, ആ ഹൈ ക്വാളിറ്റി തന്നെ, പക്ഷെ വിത്തൗട്ട് ദ ബാഡ്ജിങ്. അപ്പോൾ ഹൈ ക്വാളിറ്റി ബാഡ്ജ്, കാരണം ഇവിടെ ഫേക്സ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ വിൽക്കാൻ ഈ ഒരു ഏരിയയിലൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ്. പക്ഷേ ഇനി ഞാൻ കൊണ്ടുവന്നത് ഹോൾസെയിൽ ബാഗ്സ് ഇവരെ കാണിക്കാനാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്പാരൻ്റ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് പോയി എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലാതെ അത് മാറ്റി വെച്ചോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകുന്നൊന്നുമല്ല. ബിക്കോസ് അതാണ് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയത്. സോ ആർക്കെങ്കിലും അത് വെച്ച് തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടങ്ങട്ടെ എന്നുള്ള രീതിയിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പുതിയ സ്ഥലങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ടുപിടിച്ച് ഇവരെ കൊണ്ട് വിസിറ്റ് ചെയ്യിപ്പിക്കും. അതാണ് നമ്മുടെ ഒരു ടൂർ പ്ലാനിങ് വരുന്നത്. ചൈനയിൽ ഭയങ്കര പോപ്പുലറായിട്ട് ആൾക്കാർ കൂടുതൽ വാങ്ങുന്ന ഒരു സംഭവമായി നമ്മുടെ സ്കൂട്ടർ പെട്ടി. ഒരു സെക്ഷൻ ഈ എയർവീൽ തന്നെ വാങ്ങുക. നിങ്ങൾ വേറെ ഒന്നും വാങ്ങാതെ എപ്പോഴെങ്കിലും നിങ്ങൾ സ്കൂട്ടർ പെട്ടി വാങ്ങുന്നുണ്ടെങ്കിൽ എയർവീൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ വാങ്ങുക. ഇതാകുമ്പോൾ നമ്മളിപ്പോൾ 2 വർഷമായി നമ്മൾ ഉപയോഗിക്കുന്നു. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമുക്ക് റീറ്റെയിൽ സാധനങ്ങളായിരുന്നെങ്കിൽ ഇതിൻ്റെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾസെയിലേക്ക് പോകും. സോ ഇവരെ ജസ്റ്റ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റോടെ കാണിച്ചിട്ട് നമുക്ക് പാർക്കിലേക്ക് പോകും. എല്ലാവർക്കും പാർക്കിൽ പോകാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ ഇപ്പോൾ കഴിയുമ്പോൾ ഫ്ലവേഴ്സൊക്കെ നല്ല ബ്ലൂംഡായിട്ട് നിൽക്കും. എന്ത് രസം നോക്ക് ആ ടൈമിൽ. ഇതിൽ കൂടെ ശരിക്കും സ്കൂട്ടറൊന്നും പോകാൻ പാടില്ല കേട്ടോ. പക്ഷേ കംപ്ലീറ്റ് സ്കൂട്ടേഴ്സ് വരും. സോ എല്ലാവരും കണ്ടാ സൗണ്ട് പോലും ഇല്ല. അപ്പോൾ സൂക്ഷിക്കും എല്ലാവരും നടക്കുമ്പോൾ. ഇവിടെ കൂടെ എപ്പോൾ വേണമെങ്കിലും 2 വീലേഴ്സ് ഇതുപോലെ EV സ്കൂട്ടേഴ്സ് വരാം. പിന്നീട് ഒരു ഗുണം കണ്ടാൽ ഭയങ്കര ബിസി സ്ട്രീറ്റാണ്, സൈലൻ്റ് ആണ്. അത് എല്ലാവരോടും പറഞ്ഞു, EV ആയതുകൊണ്ട് സൈലൻ്റ് ആണ്. ഞാൻ മൈക്കില്ലാതെയാണ് ഫുൾ ചൈനയിൽ വ്ളോഗ് ചെയ്യുന്നത്. പക്ഷേ പച്ചപ്പ് കണ്ട കംപ്ലീറ്റ് ഇതുപോലെ ഗ്രീനറിയാണ്. ബിസിയസ്റ്റ് സിറ്റീസിൽ പോയാൽ പോലും എത്ര ബിസി ആണെങ്കിലും ഗ്രീനറി ഭയങ്കരമാണ്. AQI എന്ന് പറഞ്ഞാൽ എയർ ക്വാളിറ്റി 50 എങ്ങാണ്ടേ ഉള്ളൂ. ദാറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ബെറ്റർ ദാൻ ജപ്പാൻ്റെ എയർ ക്വാളിറ്റി. ഇത്രയും കൂടുതൽ ട്രാഫിക്കും പോപ്പുലേഷനും ഉള്ള ഒരു രാജ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ലെതർ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങാൻ പറ്റുന്നത്. സോ നമുക്ക് ലെതർ ബെൽറ്റ്സ് വേണമെങ്കിൽ ഇവരെ ചിലപ്പോൾ അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, അതേ അങ്ങോട്ട് പോകാത്തത്. ഇതുപോലെ ലെതർ ബെൽറ്റ്സിൻ്റെ കുറേ ഓപ്ഷൻസ്, കളേഴ്സ്, ബക്കിൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ മിനിമം ഒരു ക്വാണ്ടിറ്റി വാങ്ങേണ്ടി വരും. അതല്ലാതെ ബാഗ്സ് ആണെങ്കിൽ യു ആർ ഇൻ ഹെവൻ. പല രീതിയിലുള്ള പല സൈസസിലുള്ള എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് ഇവിടുന്ന് കിട്ടാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. ഇതൊക്കെയാണ് ബാഗ് മാർക്കറ്റ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബാഗ്സാണ് വേണ്ടത്. ഇതിനു വേണ്ടി ഇങ്ങനത്തെ എല്ലാ പാറ്റേൺസും വെക്കുന്ന ഒരു ഷോപ്പ് കാണും. സോ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് ഉള്ള എല്ലാം കിട്ടും. പല ഷോപ്സ് കയറി ഇറങ്ങണ്ട. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. ഇപ്പോൾ ഇത് കണ്ട് ഇത് കംപ്ലീറ്റ്ലി സ്റ്റോൺസ് ഉള്ളതാണ്. സോ അതിന് ഒറ്റ ഒരു ഷോപ്പിൽ പോയാൽ മതി. അടിപൊളി പെട്ടി കണ്ടിട്ട്. ഇതൊരു ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. പക്ഷേ ഒരു ക്രോക്കഡൈൽ ലെതറിൻ്റെ ലുക്കല്ലേ, ഭയങ്കര സ്മൂത്ത്. ഫുൾ പെട്ടി ലൈക്ക് ഫുൾ ഇതുപോലെ PU ലെതർ വെച്ചാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ബാഗ്, ഇതെല്ലാം കൂടെ എത്ര രൂപ വരും ഒന്ന് ഗസ് ചെയ്യും. നല്ല സാധനമാണെന്ന് തോന്നുന്നു. എനിക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷെ ഒരു പെട്ടിയും കൂടെ വാങ്ങിക്കൊണ്ട് പോയാൽ ഒരേ വീട്ടിൽ കയറ്റുമെന്നൊരു ഡൗട്ട്. സിപ്പിനൊക്കെ എന്തൊരു ക്വാളിറ്റിയാന്ന് നോക്ക്, നല്ല സാധനമാണ്. ഇവിടുന്ന് നമ്മൾ ഒരു 10 ബാഗ് ഹോൾസെയിലായിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. സോ ഇവിടെ ആക്ച്വലി ഒന്നായിട്ടും തരുന്നുണ്ട് ഭാഗ്യത്തിന്. 10 ബാഗ് ഇങ്ങനത്തെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ 3 എണ്ണവും ജിത്തിൻ എത്രയാ 5-6 കണ്ട് എടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി സാധനമാണ് തുണിയുടെ. പക്ഷേ നല്ല ഫിനിഷിംഗ് ഉണ്ട്. നമ്മുടെ പോലെ അങ്ങനെ മറ്റേ നൂലൊന്നും പൊങ്ങിയൊന്നും ഇരിക്കുന്നില്ല. പിന്നെ അടിപൊളി സംഭവമാണ്. സോ ഇത് വാങ്ങി നമ്മൾ പയ്യെ ഇറങ്ങുവാണ്. വന്നത് എന്തായാലും വേർത്തായി. ഞാൻ ആഗ്രഹിച്ച പോലെ ചേട്ടനെ കൊണ്ട് ഒരു പെട്ടിയെ വാങ്ങിച്ച് അത് നിറച്ചു. ഒരു പെട്ടിയും കൂടെ വാങ്ങി നിറപ്പിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാക്കി ലേഡീസും എല്ലാവരും കൂടെ അപ്പുറത്തെ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അതുമ്പോൾ നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ സാധനങ്ങൾ വേർത്തായിട്ട് കിട്ടിയിരിക്കും. അത്രയും ഷുവറാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പേഴ്സണൽ യൂസിനോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കും. 99% കേട്ടോ. ഒരു 1% ഓബിയസ്ലി എക്സെപ്ഷൻസ് ഉണ്ടല്ലോ. അടുത്ത് നമ്മൾ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പാർക്കിൽ. പക്ഷേ ഇത് പുതിയതായിട്ട് മുകളിലൊന്നും അത് ക്ലോസ് ചെയ്തിട്ട് പോലും ഇല്ല. ലൈക്ക് പണി നടന്ന് ഓപ്പൺ ആയതേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത മെട്രോ സ്റ്റേഷൻ ആട്ടോ ഇത്. എനിക്കൊന്ന് റഷ്യയുടെ അടുത്ത് തന്നെ വരുന്ന രീതിയിലുള്ള മെട്രോ സ്റ്റേഷൻസ് ആണ് ഇൻ ടേംസ് ഓഫ് അണ്ടർഗ്രൗണ്ട് ഡെപ്ത്. ഭയങ്കര സെറ്റപ്പാണ്. നമ്മൾ ഫൈനലി ഡേ അവസാനിപ്പിക്കാനായിട്ട് ഇതുപോലത്തെ ഇവിടുത്തെ ഒരു ഏറ്റവും നല്ല ഞാനൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ടൂറിന് വേണ്ടിയാണ് ഇതൊക്കെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ പാർക്കാണ്. പക്ഷേ ഈ പാർക്കിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഏറ്റവും വലിയ ലേക്സ്
മാൻ മെയ്ഡ് ലേക്സ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ പാർക്കാണ്. സോ നമുക്ക് ഇതൊന്നും ആസ് യൂഷ്വൽ കേരളത്തിലൊന്നും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലല്ലോ. അപ്പോൾ ചൈനയിൽ വന്ന് ഈ ഒരു ആംബിയൻസും വെതറും സേഫ്റ്റിയും നേച്ചറും ഒക്കെ എൻജോയ് ചെയ്യുക. ഇത് ബ്യൂട്ടിഫുള്ളാണ്. നോക്ക്, ഗങ്ഷാവ് സിറ്റിയുടെ നടുക്കാണ് ഈ പാർക്ക് കേട്ടോ. ജസ്റ്റ് ബ്യൂട്ടിഫുൾ. നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ല, ബോട്ടിംഗ് അല്ല, അത് വേറെ ആരും പോവാം. ബ്ലാക്ക് സ്വാൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. വാക്കിംഗ് ട്രെയിൽസ്, ജസ്റ്റ് സോ റിലാക്സിങ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഞങ്ങളിന്ന് ഫുൾ ഈവനിങ് ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ കൊച്ചുകൾക്ക് വണ്ടി ഓടിക്കാൻ തോന്നുന്നു. അത് കൊള്ളാമല്ലോ. വേദുവിനെ കൊണ്ടുവരണം. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ലൂസിങ് കോഫി ഞങ്ങൾക്ക് കുടിക്കാനുള്ള ടൈം കിട്ടുന്നത്. അപ്പോൾ അവർ പാർക്കിലിരിക്കുവാണ്, ഞാൻ കോഫി പാക്ക് ചെയ്യുന്നുണ്ട്. ചിലവർക്ക് ടീ മതിയെന്ന്. സോ ഓറഞ്ച് ഐസ് ടീയും ബാക്കി കുറച്ച് ബനാന കേക്ക്സും കുറച്ച് കോഫിയൊക്കെ വാങ്ങി പാർക്കിൽ ഇരുന്ന് കുടിക്കാനാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ ഈ ബനാന കേക്കൊക്കെ. സോ മോയിസ്റ്റ്. ബാഗ്സ് ആർ റിയലി ഗുഡ് ക്വാളിറ്റി. എല്ലാത്തിൻ്റെ ക്വാളിറ്റി കണ്ട് ചെട്ടിയിരിക്കും ചൈനയിൽ. അതാണ് സംഭവം. ലോ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞ് വന്ന രാജ്യമാണ്. ഇതെല്ലാം സംഭവം അടിപൊളി. അതെ, ഞങ്ങൾ ആ ബ്യൂട്ടിഫുൾ സൺസെറ്റും കണ്ട് പയ്യെ ഇറങ്ങുവാണ്. എന്ത് രസം നോക്ക്, അങ്കിള് പോസ് ചെയ്യുക അവിടെ. ഗൈസ്, അങ്ങനെ അവർ തിരിച്ച് റൂമിലേക്ക് വിട്ടു. എനിക്ക് ഷാജി ചേട്ടനായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. കാരണം നമ്മുടെ കൂടെ വന്ന ഒരാൾക്കൊരു സ്പെഷ്യൽ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാക്ടറി വിസിറ്റും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ 2 പേരില്ലാതെ ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാട്. ഇപ്പോൾ 5 പേരുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രിൻസ് വേണം. ആൻഡ് പ്രിയയും കൂടെ ഉണ്ടെങ്കിൽ, പ്രിയ ഇല്ലെങ്കിലും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ. പ്രിൻസ് എന്തായാലും വേണം. എന്നാലേ 2 പേർക്കും 2 കൂടെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് ഇത് ശരിക്കും എക്സോസ്റ്റഡ് ആയി പോകും. അപ്പോൾ എന്തായാലും ഞാൻ ഷാച്ചേട്ടൻ അങ്ങോട്ട് പോവാം. ആൻഡ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീണ്ടും നല്ല ട്രിപ്പ് ഇതുപോലെ മെയ് ആൻഡ് ജൂണിലേക്ക് വരുന്നുണ്ട്. മേ ബി ഇന്ന് രാവിലെ കണ്ട ഹോട്ടൽ എനിക്ക് നല്ല ഡീലിൽ കിട്ടിയാൽ നമുക്ക് അവിടെ താമസിക്കാം. ബിക്കോസ് ഇറ്റ്സ് എ ബ്രാൻഡ് ന്യൂ 5-star ഹോട്ടൽ. ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. ആൻഡ് കുറച്ചും കൂടെ കാമാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഈ സിറ്റിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അവിടെ പോയി റിലാക്സ് ചെയ്യാനും പറ്റും. സോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എന്തായാലും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ അടിക്കാരൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മെയ് ആൻഡ് ജൂൺ അല്ലെങ്കിൽ ജൂലൈ നമുക്കൊരു ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്യാം. മെയിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നമുക്ക് ഇനി ഫേർണിച്ചർ മാർക്കറ്റും കൂടെ കവർ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പേഴ്സണലുണ്ട്, അത് ഞാൻ പക്ഷേ വ്ളോഗ് ചെയ്യില്ല. കാരണം അത് അവരുടെ പേഴ്സണൽ ബിസിനസ് അല്ലേ. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതല്ലാതെ ഇനി ഫേർണിച്ചർ മാർക്കറ്റും കൂടെ കവർ ചെയ്യാനുണ്ട്. സോ അതൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വ്ളോഗിൽ വരാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.